CPI നേതാവും മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ KK ശിവരാമൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു. CPI ജില്ലാ സംസ്ഥാന നേതൃത്വത്തിനെതിരെ KK ശിവരാമന്റെ രൂക്ഷ വിമർശനം. ജില്ലയിൽ പാർട്ടി തകർന്നു, ജില്ലാ സെക്രട്ടറിയുമായി യോജിച്ചു പോകാൻ കഴിയില്ല, ജില്ലയിലെ കയ്യേറ്റ പ്രശ്നങ്ങളിൽ ശരിയായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല, പാർട്ടിയിൽ കുറെ കാലമായി വിമർശനവും സ്വയം വിമർശനവുമില്ല, ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടും ഇടപെടാൻ തയ്യാറായിട്ടില്ല. ചൊക്രമുടി കയ്യേറ്റത്തിൽ ജില്ലയിലെ പാർട്ടി മൗനം പാലിച്ചു. കയ്യേറ്റത്തിൽ പങ്കില്ലെന്ന് പറയാനുള്ള ആർജവം ജില്ലാ സെക്രട്ടറിക്ക് ഇല്ല. ജില്ലയിലെ പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ഇനി സാധാരണ പാർട്ടി അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുമെന്നും KK ശിവരാമൻ പ്രതികരിച്ചു. പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തോടും അതിൻ്റെ രാഷ്ട്രീയത്തോടും 100% സത്യസന്ധത പുലർത്തി ഈ കാലം മുഴുവൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിന് നിരക്കാത്ത കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ പാർട്ടി നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ആയിട്ട് കാണാൻ കഴിയുന്നു. അതിനപ്പുറത്ത് നിക്ഷിപ്ത താല്പര്യങ്ങളാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പോലും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിലെത്തേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിമർശനവും സ്വയം വിമർശനവും. ആ വിമർശനവും സ്വയം വിമർശനവുമാണ് പാർട്ടിയെ കൂടുതൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കരുത്തു പകരുന്നതും പാർട്ടി കേഡർമാരെ വളർത്തിയെടുക്കുന്നു. ഇടുക്കിയിലെ കഴിഞ്ഞ കുറേ കാലമായിട്ട് വിമർശനവും ഇല്ല, സ്വയം വിമർശനവും ഇല്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നു, അത് കേട്ടിട്ട് പോകുന്നു, അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പാർട്ടി സംഘടന ഏതാണ്ട് തകർന്ന് കിടക്കുന്ന അവസ്ഥയാണ്. അല്ല, ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ പാർട്ടി എന്ന നിലയിൽ ശരിയായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ആ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അല്ലെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ, കയ്യേറ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ശരിയായ നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഞാൻ 16 വർഷക്കാലം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അന്ന് ഇത്തരം വിഷയങ്ങൾക്ക് വളരെ കുറച്ച് നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. മണിയാശാൻ മന്ത്രിയായിരുന്നപ്പോൾ മണിയാശാനുമായിട്ട് തുറന്ന ഏറ്റുമുട്ടൽ തയ്യാറാവേണ്ടി വന്നിട്ടുണ്ട്. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം അന്ന് ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, 2018 പാപ്പാത്തിച്ചോലയിൽ കുരിശ് വെച്ച് കയ്യേറിയ 200 ഏക്കറുള്ള സ്ഥലം അന്ന് റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് ചന്ദ്രശേഖരനാണ്. എല്ലാം കൂടി ആവശ്യം അല്ലെങ്കിൽ അഭ്യർത്ഥന മാനിച്ച് അത് എടുത്തു മാറ്റി, അത് സർക്കാരിലേക്ക് കണ്ടുകിട്ടി. വലിയ വിമർശനമുണ്ടായി. CPM-ൻ്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനമുണ്ടായപ്പോൾ ഈ കുരിശിനെ വേഗപ്പെടുത്തിക്കൊണ്ട് കയ്യേറ്റം ആര് നടത്തിയാലും അതിനോടൊപ്പം ഗവൺമെൻറ് നിൽക്കത്തില്ല, പാർട്ടി നിൽക്കത്തില്ല എന്ന് കുറച്ച് നിലപാട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം നിലപാടൊക്കെ ഇല്ല പാർട്ടിക്ക്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, സംസ്ഥാനത്തെ തന്നെ മുതിർന്ന നേതാക്കൾ ഒരാൾ കൂടിയാണ് KK ശിവരാമൻ. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ഇപ്പോൾ ശിവരാമൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മുതിർന്ന CPI നേതാക്കളിൽ ഒരാളാണ് KK ശിവരാമൻ എന്ന് പറയുന്നത്. ശിവരാമൻ ഇപ്പോൾ സ്വയം പാർട്ടിയിൽ നിന്ന് എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും ഒഴിഞ്ഞുകൊണ്ട് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി ഇല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി നിൽക്കുമെന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലുപരിയായി ശിവരാമൻ സ്വയം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. ജില്ലയിലെ പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് KK ശിവരാമൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ വരുന്ന കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ ഒരു ശരിയായ നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല. ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കൃത്യമായി മറുപടി നൽകുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മുമ്പുണ്ടായിരുന്ന നിലപാടുകൾ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ജില്ലാ സെക്രട്ടറിയുമായും പാർട്ടിയുമായും സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത
ഒരു സാഹചര്യത്തിലാണ് എല്ലാ ജില്ലാ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിലുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളെല്ലാം തന്നെ സ്വയം ഒഴിഞ്ഞ ഇനി ഒരു പ്രാദേശിക തലത്തിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു സാധാരണ പ്രവർത്തകനായി തുടരുമെന്ന പ്രഖ്യാപനം നടത്തി കെ ശിവരാമൻ CPIയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, CPIയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഇടുക്കി പൈനാവിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നിരുന്നു. അവിടെ ഏറ്റവും പ്രധാനമായി ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തിരുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലപ്രഖ്യാപനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കെ ശിവരാമൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് വലിയ വിവാദ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. എല്ലാ മാധ്യമങ്ങളടക്കം അത് വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഈ തോൽവി നൽകിയിരിക്കുന്ന പാഠം പഠിക്കുവാൻ ഇടുക്കിയിലെ ഇടത് നേതാക്കൾ തയ്യാറാകണം എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ മണ്ണ് അതുപോലെ തന്നെ പാറഖനന മാഫിയകൾക്കൊപ്പം നിൽക്കുന്ന ചില നേതാക്കന്മാരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളുടെ ഒരു തുറന്ന എഴുത്തു തന്നെയായിരുന്നു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അത് പാർട്ടിക്കും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിനും വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കി എന്ന തരത്തിൽ ഉള്ള ചർച്ചകൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അടക്കം ഉയർന്നു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ സ്വയമായിട്ട് ഈ ജില്ലാ നേതൃത്വവുമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ താൻ ഇത്തരത്തിൽ തൻ്റെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും അവസാനിപ്പിച്ച പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച ഒരു സാധാരണ പ്രവർത്തകനായി തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അത്തരം ഒരു തീരുമാനമെടുത്തു കെ ശിവരാമൻ പുറത്തേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലും വലിയ രീതിയിലുള്ള വിമർശനം ഈ CPIയുടെ നേതാക്കന്മാർക്കെതിരെ ഉന്നയിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായി കാണേണ്ട ഒരു കാര്യമാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായും ഒപ്പം തന്നെ ജില്ലാ നേതൃത്വവുമായി ജില്ലയിലെ പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഒത്തുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. ഈ ജില്ലയിലെ വിഷയങ്ങൾ, പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അടക്കം സമീപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ബിനോയ് വിശ്വം അടക്കമുള്ളവർ അതിനൊരു മുഖവിലക്കെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഇടുക്കി ജില്ലയിലെ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുവാൻ ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ പാർട്ടിക്ക് കഴിയുന്നില്ല. ചൊക്രമുടി കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് CPIക്കെതിരെയും റവന്യൂ വകുപ്പ് മന്ത്രിക്കെതിരെയും അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതിലൊന്നും ജില്ലാ സെക്രട്ടറിക്ക് കൃത്യമായ നിലപാടെടുക്കുവാനോ മറുപടി പറയുവാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പാർട്ടിയുടെ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലില്ല എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ, അതായത് പാർട്ടി CPI ഇടുക്കിയിൽ വഴിതെറ്റി സഞ്ചരിക്കുന്നു എന്നുള്ള തരത്തിലേക്കാണ് CPIയുടെ മുതിർന്ന നേതാവായിട്ടുള്ള കെ ശിവരാമൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ആ പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന സംസ്ഥാന നേതൃത്വത്തെയും വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, പല വിഷയങ്ങളിലും പാർട്ടിക്ക് അകത്തു നിൽക്കുമ്പോൾ പോലും, ജില്ലാ സെക്രട്ടറിയായി നിൽക്കുമ്പോൾ പോലും ഇടതുപക്ഷത്തിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് തുറന്നു പറയുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് കെ ശിവരാമൻ. അതിപ്പോൾ CPMന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെയായാലും ഇല്ലെങ്കിൽ CPM സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെയാണെങ്കിലും CPIയുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമല്ല എങ്കിൽ അതിനെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലേക്ക് നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് കെ ശിവരാമൻ. ജില്ലയിലെ പാർട്ടി എന്ന് പറയുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. 17 വർഷത്തോളം കാലം, ഏതാണ്ട് 16-17 വർഷക്കാലം ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് കെ ശിവരാമൻ. ആ കെ ശിവരാമനാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് ഇവിടെ പാർട്ടിയുമായി ഒത്തുപോകാൻ കഴിയില്ല, പാർട്ടിയുടെ നിലപാടുകൾ ശരിയല്ല എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് താനൊരു സാധാരണ പ്രവർത്തകനായി തുടരും എന്ന ഉറച്ച തീരുമാനമെടുത്ത് ഇപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് ഇല്ലെങ്കിൽ പൊതുപ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ച ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് ഒതുങ്ങാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPIയുടെ നേതാക്കന്മാർ ആരും തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലെ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല. എന്തായിരുന്നാലും പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു കാര്യം മുമ്പൊക്കെ പറയുമ്പോൾ പോലും അതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്, ഇല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് എന്ന് പറയുമ്പോൾ പോലും ഇവിടെ CPIക്കുള്ളിൽ വിഭാഗീയത ഉണ്ട്. അത് അതിൻ്റെ ഒരു കൊടുമുടിയിലേക്ക് എത്തി, അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് മുതിർന്ന നേതാവും ജില്ലാ സെക്രട്ടറിയുമായിരുന്ന മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കെ ശിവരാമൻ പാർട്ടിയിൽ നിന്ന് സ്വയം തീരുമാനമെടുത്ത് പുറത്തേക്ക് പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.